ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്മജ താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പദവികൾ ലക്ഷ്യമിട്ടല്ല പത്മജ ബി.ജെ.പിയിലെത്തിയത്. പത്മജയ്ക്ക് കെ മുരളീധരനേക്കാളും രാഷ്ട്രീയ ബോധവും അനുഭവ സമ്പത്തുമുണ്ടെന്നും കെ സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. ബി.ജെ.പിയിലേക്ക് വരുന്നതിൽ ദേവികുളം മുൻ എം.എൽ.എ എസ് രാജേന്ദ്രൻ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് CPI-ൽ നിന്നും കൂടുതൽ നേതാക്കൾ ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് ഇന്ന് കെ സുരേന്ദ്രൻ ആവർത്തിച്ചു. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അവരെത്തി. ഈ മാരാർജി ഭവനിൽ ആദ്യത്തെ പത്രസമ്മേളനം അത് പത്മജ വേണുഗോപാലാണ് നടത്തിയത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരുമോ? അങ്ങനെയല്ല, കോൺഗ്രസ് നേതാക്കളെന്നല്ല, ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നത് LDF-ലും UDF-ലും ഉള്ള നേതാക്കളെയാണ്. അല്ലാതെ ഒരു പക്ഷത്തു നിന്ന് മാത്രമല്ല, എല്ലാ പക്ഷത്തു നിന്നും. LDF-നും UDF-നും സമാനമായ നിലപാടുകളാണ് എല്ലാ കാര്യത്തിലുള്ളത്. വലിയ അസംതൃപ്തിയാണ് രണ്ട് മുന്നണികളിലുള്ളത്. തീർച്ചയായിട്ടും അത് ജനങ്ങൾക്കിടയിൽ വൈകാതെ തന്നെ ആ അസംതൃപ്തിയെല്ലാം പൊളിഞ്ഞ് അത് കാര്യമായിട്ട് BJP-യിലേക്ക് വരുന്നുള്ള ഞങ്ങൾ ആ നിലയിലുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിലെ നേതാവ് CPM നേതാവ് എസ് രാജേന്ദ്രൻ എന്ന് തുറന്നു പറഞ്ഞ അദ്ദേഹവുമായി BJP നേതാക്കൾ ചർച്ച നടത്തി എന്നുള്ളതാണ്. തീരുമാനം എടുത്തില്ലെങ്കിൽ അദ്ദേഹം അതിലേക്ക് പോകും. എസ് രാജേന്ദ്രനെ ഒരു 4 തവണയെങ്കിലും ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അദ്ദേഹം പാർട്ടിയിൽ ചേരുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയും അതുതന്നെയാണ്. ഈ പുതിയ ആളുകൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ മുന്തിയ പരിഗണന BJP കൊടുക്കുന്നു എന്ന് പൊതുവിലൊരു ആരോപണം ഉള്ള വ്യാഖ്യാനങ്ങൾ മാത്രം കൊടുക്കുന്ന വാർത്തയാണ്. അവരുടെ ദുഷ്ടലാക്ക് അവർ കുറച്ച് കാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ഈ കങ്കാണിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർ കോൺഗ്രസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ BJP-യിൽ വരുന്നതിനെ വല്ലാതെ അങ്ങോട്ട് അവർക്ക് അസ്വസ്ഥമാക്കണം. അതിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഞങ്ങളെ പാർട്ടിക്കകത്ത് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ സീറ്റ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. കോൺഗ്രസ് നിന്നും CPM-ൽ നിന്നും വന്നവർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അൽഫോൺസ് കണ്ണന്താനത്തിന് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം CPM-ൻ്റെ MLA ആയിരുന്നു. ഇത്തവണ തന്നെ ഞങ്ങൾ 2 സീറ്റ്, ഇപ്പോൾ ഒന്ന് അനിൽ ആൻ്റണിക്കും അതുപോലെ രഘുനാഥനും സീറ്റ് കൊടുത്തിട്ടുണ്ട്. 20 സീറ്റിൽ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 18 സീറ്റും പരമ്പരാഗതമായിട്ട്, അല്ലെങ്കിൽ 14 സീറ്റും പരമ്പരാഗതമായ പാർട്ടിക്കാർ തന്നെയാണ് മത്സരിക്കുന്നത്. എന്താണ് അതിൻ്റെ ലോജിക്ക് ഇവർ പറയുന്നത്? BJP എപ്പോഴും പുറമേ നിന്ന് വരുന്ന ആൾക്കാരെ സ്വാഗതം ചെയ്യുന്ന, അവരെ ബഹുമാനിക്കുന്ന, അവരുടെ അർഹതയ്ക്കനുസരിച്ച് പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ്. അതൊരു നല്ല ഗുണമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതൊരു മോശം ഗുണമായിട്ട് കാണുന്നവർക്കാണ് തകരാറ്. അതിർത്തി ഒന്നും നേതാക്കൾക്കിടയിലില്ല. എന്താണ് അതിർത്തി എന്ന്? ഞങ്ങൾക്ക് കെ കരുണാകരൻ്റെ മകൾ BJP-യിൽ ചേരുന്നുവെന്ന് പറയുന്നത് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ വികല മനസ്സുകൾക്ക് മാത്രമേ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കാൻ കഴിയുള്ളൂ. ചാലക്കുടി മണ്ഡലത്തിലോ വയനാട് മണ്ഡലത്തിലോ പത്മജയെ പരിഗണിക്കുന്നുണ്ടോ? കാരണം വയനാട് പോലൊരു സ്റ്റാർ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം, അവിടെ ലീഡറുടെ മകൾ മത്സരത്തിനെത്തുന്നു. ദേശീയ തലത്തിൽ ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുമെന്നും BJP കണക്ക് കൂട്ടുന്നുണ്ടോ? പത്മജ വേണുഗോപാലിൻ്റെ പ്രവേശത്തിൻ്റെ സമയത്ത് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയൊരു വാർത്ത ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പത്മജ വേണുഗോപാലിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം ഊഹാപോഹങ്ങൾ വാർത്തയായിട്ട് പ്രചരിപ്പിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പദവികൾ പൊടുന്നതിനെ നേടാനൊന്നും അല്ല പത്മജ വേണുഗോപാൽ വന്നിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ വളരെ കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. പത്മജ വേണുഗോപാലിന് മുരളീധരനേക്കാളും രാഷ്ട്രീയ ബോധമുണ്ട്. മുരളീധരനുള്ളതിനേക്കാൾ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. മുരളീധരനുള്ളതിനേക്കാൾ അനുഭവ സമ്പത്തുണ്ട്. മുരളീധരനുള്ളതിനേക്കാൾ തലച്ചോറുമുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർ വീഴില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി പരിഗണിക്കുന്നതേ ഇല്ല, അങ്ങനെ ഒരു ആലോചനയും പാർട്ടിക്കില്ല, അങ്ങനെ ഒരു ആഗ്രഹം പാർട്ടിക്ക്. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. കെ മുരളീധരൻ ഉള്ളതിനേക്കാൾ തലച്ചോറ് പത്മജ വേണുഗോപാലിനുണ്ട്. അനുഭവ സമ്പത്ത് പത്മജ വേണുഗോപാലിനുണ്ട്. അറിവ് പത്മജ വേണുഗോപാലിനുണ്ട്. പാരമ്പര്യം പത്മജ വേണുഗോപാലിനുണ്ട്. കഴിവും പത്മജ വേണുഗോപാലിന്. അങ്ങനെയെങ്കിൽ പാർട്ടി അത് പരിഗണിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ വായിക്കാം. കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ വായിക്കാം. അതാണ് രാഷ്ട്രീയ അതാണ്. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം. അത് അവരെന്തെങ്കിലും ഈ രീതിയിൽ ഒരു താൽക്കാലിക അതൊന്നുമല്ല. അവർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ യുഗം അവസാനിച്ചു. കാരണം അവർക്ക് അവരവരുടെ അർഹതയും കഴിവും തെളിയിക്കാൻ ഇനി മോദിയോടൊപ്പം BJP-യോടൊപ്പമാണ് നിൽക്കുക. കാരണം അർഹതയുള്ളവർക്ക് കോൺഗ്രസ്സിൽ അവസരമില്ല. കോൺഗ്രസ്സിൽ പെട്ടിപിടുത്തക്കാർക്കും കങ്കാണിപ്പണി എടുക്കുന്നവർക്കും മാത്രമേ അവസരമുള്ളൂ.
നല്ല ആളുകൾക്ക് കോൺഗ്രസ്സിൽ അവസരമില്ല. എത്രയെത്ര മഹാന്മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ അതിനെ ഉപേക്ഷിച്ച് ബി ജെ പിയിൽ വന്നു. കാരണം ബി ജെ പി അവസരം കൊടുക്കുന്ന പാർട്ടിയാണ്. അസം മുഖ്യമന്ത്രി ഇപ്പോൾ കോൺഗ്രസ്സിലെ അവഗണനയും കോൺഗ്രസ്സിലെ താല്പര്യങ്ങളും വൃത്തികെട്ട താല്പര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവർ വന്നത്. ബി ജെ പിയിൽ മുഖ്യമന്ത്രിയായി. ഇത് ബി ജെ പിയുടെ ഒരു പാരമ്പര്യമാണ്. രാജ്യം മുഴുവൻ ബി ജെ പി പുറത്തുനിന്ന് വരുന്ന കഴിവുള്ള സമർത്ഥരായിട്ടുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവസരം കിട്ടും എന്നുള്ളത് ബി ജെ പി അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. ചാലക്കുടി ബി ഡി ജെ എസിന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ പ്രതികരിച്ചു. അല്ല, ബി ഡി ജെ എസും ബി ജെ പിയും തമ്മിൽ നടന്ന ചർച്ചകളിൽ അന്തിമമായിട്ടുള്ള തീരുമാനമായിട്ടില്ലെങ്കിലും 4 സീറ്റുകൾ അവർക്ക് വേണമെന്നുള്ള കാര്യത്തിൽ അവർ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി വൈകാതെ അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. അത്തരത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് പ്രതികരിച്ചത്. ഈ വാർത്തകൾ അത് ചില കേന്ദ്രങ്ങൾ ബി ജെ പിക്കെതിരെ പടച്ചുവിടുന്ന വാർത്തകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം കടന്നുവരവുകളിൽ ബി ജെ പിക്കോ ബി ജെ പി നേതൃത്വത്തിനോ മറ്റനിഷ്ടമോ അതൃപ്തിയോ ഒന്നുമില്ല. അവരെല്ലാം പൂർണ്ണ മനസ്സോടെ പാർട്ടി സ്വീകരിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.